രാവിലെ ദേ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ രാവിലെ പുറത്തോട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. കാരണം എനിക്ക് രാവിലെ ചായ കുടിക്കുമ്പോഴത്തേക്കൊന്ന് പുറത്തോട്ടൊക്കെ നിന്ന് കുടിക്കുന്നതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. അപ്പം ഞാൻ ഈ ചായ എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞിപ്പൂച്ച വന്നിട്ടുണ്ട്. അപ്പം കുഞ്ഞിപ്പൂച്ചേൻ്റെ കണ്ണും വാലും ഒക്കെ പിച്ചാനായിട്ട് പുറകിൽ ഫെല്ലു വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഫെല്ലുവിന് ഈ ഒരു ഇതുണ്ട്. കാരണം ഈ കുഞ്ഞിപ്പൂച്ച എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങുന്ന ടൈമിൽ ഫ്രണ്ടിലോട്ട് വന്നിരിക്കാനും പിന്നെ നമ്മുടെ പുറകിൽ കാലിലൊക്കെ ചുറ്റി നടക്കുന്ന ആ ഒരു ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഫെല്ലുവിനും ഒട്ടും പേടിയില്ല കേട്ടോ ഈ പൂച്ചയുടെ അടുത്ത് പോകാൻ. പക്ഷെ ഞാൻ പിടിച്ച് മാറ്റാറാണ് പതിവ്. കാരണം കുഞ്ഞു പിള്ളേരല്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ പിടിച്ച് മാറ്റും. അപ്പോൾ ഫെല്ലു എൻ്റെ വേറൊരു ചെടീനെ പിടിച്ച് വളയ്ക്കുവാണ് കേട്ടോ. അപ്പം അവിടെ നിർത്തിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ച് താഴോട്ട് ഇറക്കുവാണ്. അതാകുമ്പോഴത്തേക്ക് അവൾ ചുറ്റിക്കറങ്ങിയൊക്കെ നടക്കും. അപ്പം ചെടികൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ ആ സൈഡിൽ നിന്ന് പിടിച്ച് മാറ്റാനാണ് എൻ്റെ പതിവ്. അപ്പം അവളെ ഞാൻ പിടിച്ച് മാറ്റിയതിന് ശേഷം അവൾ താഴെ ഒരു കണ്ണാട എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കയ്യിൽ കൊടുത്തു. പക്ഷെ പിന്നെ അതിനെടുത്ത് പൂച്ചയുടെ പുറത്തെടുത്ത് എറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവളുടെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ എൻ്റെ പൂക്കളൊക്കെ പറിച്ച് മാറ്റുന്നതും പിച്ചിതേ അതൊക്കെ എടുത്ത് കളയുന്നതാണ് ഇവളുടെ ഒരു പരിപാടി. അപ്പം ഒന്നല്ല, അവൾക്ക് കാണാൻ തോന്നുന്നത് കളർഫുള്ളായിട്ടുള്ള പൂക്കളൊക്കെ പറിച്ച് കളയുന്നതാണ് അവളുടെ ഒരു ഇത്. അപ്പം ഇതിപ്പം റെഡ് കഴിഞ്ഞതിന് ശേഷം വൈറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പം അത് എന്നെ കാണിച്ച് തന്നിട്ടാണ് പുള്ളിക്കാരി ഈ വക പരിപാടികളൊക്കെ അവിടെ ചെയ്യുന്നത്. പിന്നെ കാലിൽ കല്ലൊക്കെ കുത്തുന്നുണ്ട്, എന്നാലും ബാലൻസ് ചെയ്ത് നടപ്പുണ്ട് കേട്ടോ. അപ്പം ഈ പൂക്കളൊക്കെ ഒരുപാട് പൂത്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇത് കുറച്ച് പറിച്ചതിന് ശേഷം അത് മാതാവിനടുത്ത് കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഓരോ പൂക്കളും അതിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കണ്ടിട്ട് ഫെല്ലും പുറകിൽ വന്ന് നിൽപ്പുണ്ട് കേട്ടോ പറിക്കാനായിട്ട്. പിന്നെ ഞാൻ ഒരെണ്ണം പറിച്ചത് അവളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ആ ഭാഗത്തു നിന്ന് അവൾ മാറി നിൽക്കുക. അപ്പം ഞാൻ അതിൽ നിന്ന് എല്ലാ പൂക്കളും പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൊണ്ട് മാതാവിനെ കൊണ്ട് വെക്കണം. അപ്പം ഞാൻ രാവിലെ തന്നെ അത് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫെല്ലുവിനെ കിടത്തി ഉറക്കി ഞാനും കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഫെല്ലു വൈകുന്നേരം എണീറ്റു. മാമ്പഴം കട്ട് ചെയ്തത്, അപ്പം അത് ഭയങ്കര ഇഷ്ടമാണ്. മാമ്പഴം ഫ്രൂട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതൊക്കെ കൊണ്ട് ഫെല്ലു അതൊക്കെ കഴിക്കുക. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ കഴിഞ്ഞപ്പോൾ വൈകുന്നേരം മഴയുണ്ടായിരുന്നു. അപ്പം മഴ ഞാൻ പുറത്ത് നിന്ന് നോക്കുന്ന വീഡിയോസ് എടുത്തിട്ടിട്ടുണ്ട്. അപ്പം മഴ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ചെടികൾക്കിടയിൽ മഴ പെയ്യുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു ഭംഗിയാണല്ലോ. ഞാൻ നോക്കുന്ന ടൈമിൽ കുഞ്ഞിപ്പൂച്ച വന്ന് ഈ സൈഡിലിരിപ്പുണ്ട്.